കൃഷ്ണനും എൻ്റെ കൈ വരയ്ക്കണം. കൃഷ്ണനും രാധയാണിത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വാട്ട്സ് ഇൻ മൈ ബാഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ക്യുക്കായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ വന്നു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊരു സമയം കിട്ടി. ഞാൻ ഉണ്ണീനെ അമ്മേൻ്റെയിലൊക്കെ ഏൽപ്പിച്ചു ഞാൻ വേഗം ഡ്രസ്സ് മാറാൻ വന്നു കൊടുക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ബാഗിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. അതായത് എൻ്റെ ഫസ്റ്റ് ബാഗാണ്, ഹാൻഡ് ബാഗാണ്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ഒരു ഹാൻഡ് ബാഗ് ഇല്ലായിരുന്നു. നമ്മൾ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ് ഒക്കെ തന്നെയാണ് പുറത്തേക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഞാൻ കൊണ്ടുപോയിരുന്നത്. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ബാഗ് വാങ്ങുന്നത്. ഇപ്പോൾ ഇതൊരു 3 ഇയേഴ്സായി. ഇത് ഞാൻ അതുപോലെ തന്നെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ബാഗാണ്. വെൽ മെയിൻറ്റെയിൻ എന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉള്ളിൽ നിറച്ച് കൊണ്ടുവരാൻ പറ്റും സാധനങ്ങളൊക്കെ. അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ബാഗാണ്. പിന്നെ അങ്ങനെ അധികം യാത്രയൊന്നും പോയിട്ടൊന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റൽ വീട് ആ ഒരു സിറ്റുവേഷനായിരുന്നു എൻ്റെ ഫുള്ള്. അതുകൊണ്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ബാഗായിരുന്നു. അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇതിൽ കൊള്ളും. ഇതിലുള്ളതൊക്കെ എനിക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിലുള്ളതൊക്കെ. അപ്പോൾ ഞാൻ കൂടുതൽ ഡയലോഗ് അടിക്കുന്നില്ല. നമുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ, ബാഗിന് ടോട്ടലൊരു ഇവിടെ ഒരു സിബ്, പിന്നെ നടുവിലൊരു സിബ്, ഉള്ളിലൊരു സിബ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ നടുവിലായിട്ടൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, 2 സൈഡിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതിന് തന്നെ ഈ ഒരു ബുക്ക്, ക്ലാസ്മേറ്റിൻ്റെ ഒരു നോട്ട്ബുക്ക്. ഇതെനിക്ക് ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ബുക്കാണ്. അതും ഞാനൊരു essay കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് അതിൽ വിന്നറായപ്പോൾ കിട്ടിയ ബുക്കാണ്. കോമ്പറ്റീഷനെ പറ്റി പറയുകയാണെങ്കിൽ വിറ്റ്, അതായത് അതിൽ വേറെ ആരും പങ്കെടുത്തില്ല, ഞാൻ മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓൺലൈനായിരുന്നു. അതായത് അമ്മ മലയാളം പറഞ്ഞൊരു essay ആയിരുന്നു എഴുതാൻ പറഞ്ഞിരുന്നത്. ഞാൻ ജസ്റ്റ് അപ്പോൾ അത് ഗൂഗിൾ ചെയ്തിട്ട് ഗൂഗിൾ ഷീറ്റിലാന്ന് തോന്നുന്നു അതങ്ങനെ കൊടുത്തു. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ബുക്കാണ്. ഇതും ഒരു പെന്നും കിട്ടിയിരുന്നു. ആ ബുക്കാണിത്. പിന്നെ എനിക്കിങ്ങനെ സ്പൈറൽ ബൈൻഡിങ് നോട്ട്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ കിട്ടിയിട്ട് ഒരു 2 ഇയർ ആയിട്ടുണ്ട്. അങ്ങനെ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് കൊണ്ട് നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് എപ്പോഴും ഞാൻ ഈ ബാഗിൽ വയ്ക്കും. പിന്നെ എൻ്റെ വാളറ്റ്, ഇതും എനിക്കിഷ്ടമായിട്ട് ഞാൻ വാങ്ങിയൊരു വാളറ്റാണ്. പൈസ ഒന്നും ഉണ്ടാവില്ല, കൂടുതൽ ഹോസ്പിറ്റൽ കാർഡ്സ് തന്നെ എനിക്ക് ഉണ്ടാവാം. പിന്നെ നമ്മുടെ ATM കാർഡ്സ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ ഒരു പാമ്പേഴ്സ് എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കും. ഇത് പുറത്തേക്കൊക്കെ പോകും, നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരാനുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് ഈ ഒരു പാമ്പേഴ്സ്. പിന്നെ ഉണ്ണീൻ്റെ തന്നെ ഉണ്ണീൻ്റെ ഒരു ക്രീം, ഉണ്ണീൻ്റെ സബാമെഡിൻ്റെ ഒരു ക്രീം. പിന്നെ ഒരു ചെറിയ ട്രൈപോഡ്, ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയത്. ടൈഗോട്ടിൻ്റെ ഒരു ട്രൈപോഡാണ്. നല്ല ട്രൈപോഡാണ്. നന്നായിട്ട് ഡ്യൂറബിൾ ആട്ടോ. ഞാനത് മുൻപ് ഞാൻ ടൈഗോട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു, പൊട്ടിപ്പോയി, യൂസ് ചെയ്യാനേ പറ്റില്ല റിംഗ് ലൈറ്റ് വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇതും വെറുതെ പൈസ പോകുമെന്ന് കരുതി വാങ്ങിയതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിരിക്കുന്നു. ഇതുവരെ ഇതിന് പ്രശ്നം പറ്റിയിട്ടില്ല. എനിക്ക് മെയിൻലി ടൈഗോട്ടിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഈ ഇതുണ്ടാവില്ലേ ഫോൺ ഹോൾഡർ, അതാണ് എനിക്ക് പൊട്ടിപ്പോവാറ്. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല, ഇതൊക്കെയാണ്, നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഫോൺ ഹോൾഡർ ചെറിയ ട്രൈപോഡൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന് റേറ്റ് വരുന്നത് ഒരു 300 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. പിന്നെ പറയുകയാണെങ്കിൽ വോളിനി, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ പെയിൻ, തണ്ടൽ വേദന, കാലുവേദന ഒക്കെയാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു സാധനമാണ് വോളിനി. ഇതിൻ്റെ ആത്മാവ് പുറത്ത് വന്നിരിക്കണോ, യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് ഒരെണ്ണം വാങ്ങണം. പിന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജർ, പിന്നെ എൻ്റെ ഗ്ലാസ്സാണ്. എക്സ്ട്രാ പെയറാണ്, കാരണം ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപ്പവനാണ് അടുത്ത് വലിച്ചെറിഞ്ഞിരുന്നിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും ഒരെണ്ണം കൂടിയും എക്സ്ട്രാ കയ്യിൽ കരുതും. യൂസ് ചെയ്യില്ല, എപ്പോഴും കരുതും. കാരണം ഇത് എപ്പോഴാണ് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ പുതിയതൊരെണ്ണം വാങ്ങി വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈം എടുക്കും, ഒരു 1 വീക്കോളം എടുക്കും. എനിക്ക് ഗ്ലാസ് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഞാനൊരു
ജനറ്റിക്കലി ഞാനൊരു അന്ധയാണ്. അതുകൊണ്ട് ഗ്ലാസ്സിലാണെങ്കിൽ പറ്റില്ല. 1 വീക്ക് അപ്പോൾ ഗ്ലാസ്സിലാണ്ടിരിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പെയർ ഗ്ലാസ് ഞാൻ എപ്പോഴും കയ്യിൽ കരുതും. പെട്ടെന്ന് എല്ലായിടത്തേക്ക് പോകുമ്പോൾ വലിയ ചെറിയ പൊട്ടിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഊരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം വേറെ ടൈപ്പാണ് മനസ്സിലാണ്ടാവും. കണ്ണും കാണില്ല ഒന്നും കാണില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്ലാസ് ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു എക്സ്ട്രാ പെയർ ഗ്ലാസ് ഞാൻ കയ്യിൽ കരുതും. അഥവാ ഇവിടെ തെറിഞ്ഞ് പൊട്ടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എടുക്കാനായിട്ട്. പിന്നെ 2 ഹാൻഡ് കർച്ചീഫ്. ഇത് ഒരെണ്ണം എൻ്റെയാണ്, ഒരെണ്ണം ഉണ്ണീരിയാണ്. നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അവന് വല്ല ഫുഡ് കൊടുക്കുകയോ ജ്യൂസ് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആകെ വെച്ച് തേക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള 2 സാധനങ്ങളാണിത്. പിന്നെ ഒരു കവറ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളല്ല. ഹോസ്പിറ്റൽ, വീട്, ചേട്ടൻ്റെ വീട്, ഹോസ്പിറ്റൽ, വീട്, ആ ഒരു ഇതാണ് എൻ്റെ റുട്ടീൻ. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ നമ്മൾ വണ്ടിയിലൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിലൊരു കവർ ഞാൻ കരുതും, ഛർദ്ദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഛർദ്ദിക്കാനായിട്ട്. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സാധനം എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇത് വാങ്ങിയിട്ടും ഒരു 1.5 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട്. ഇതിലാണ് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെന്ന് പറയാനില്ല. മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫൗണ്ടേഷനും കൺസീലറും ബ്ലഷും അങ്ങനത്തേക്കില്ല. ഇതിലങ്ങനെ ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിന് തന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക്, ഇതിൻ്റെ കോലം കണ്ടില്ലേ, ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപ്പിളകിയിരിക്കുന്നു. ആക്ച്വലി നമുക്ക് കുറേ ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് തീർന്നിട്ടില്ല. പക്ഷേ ഈ സാധനം തീർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആ ഒരു വാഞ്ചില്ല, അതുകൊണ്ട് മാത്രം ഇട്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് നടക്കണം. അത് അത്രയും നല്ലൊരു ഷെയ്ഡാട്ടോ ഇത് ലാക്മിയുടെ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്. നല്ല എൻ്റെ പോലത്തെ സ്കിൻ ടോണില്ലേ, ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോൺ, അവർക്കൊക്കെ നന്നായിട്ട് ചേർന്ന് പോണ ലിപ്സ്റ്റിക്കാണ്. അതായത് അങ്ങനെ കുറേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. നല്ല ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ. അതുപോലെ തന്നെ അധികം റേറ്റും ഇല്ല. ഇതിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലിപ്സ്റ്റിക്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടുത്ത ലിപ്സ്റ്റിക്ക്. ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യില്ല, അത് തീർന്നു. നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതായിരിക്കും ഇടാം. ഇത് പക്ഷേ അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. മറ്റേതിൽ അത്യാവശ്യം നിൽക്കും, പക്ഷേ ഇത് അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഇതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ടാവും. പിന്നെ നന്നായിട്ട് നല്ല ഇതിലിട്ട് കൊടുക്കണം, നല്ല കട്ടിയിലിട്ട് കൊടുക്കണം. പിന്നെ എപ്പോഴും നിൽക്കും. നല്ല കട്ടിയിലിട്ട് കൊടുത്തത് വേറെ ഷെയ്ഡ് പോലെ തോന്നും. ഇത് LA80 ആണ്. ഇതിന് റേറ്റ് വരുന്നത് ഒരു 98, 120 ബിലോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. പിന്നെ ഞാനും ഒലയും തമ്മിലുള്ള ബന്ധം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കാരണം മുൻപ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്ന് അറിയാം, ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഗോ ടു ക്രീം അല്ലെങ്കിൽ എൻ്റെ ബേസ് ആയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒലയാണ്. വേറൊരു ക്രീമും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒലയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ വേറെ ഒന്നുമില്ല, അങ്ങനെയാണ് ജസ്റ്റ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒല മാത്രമേ ഇടുള്ളൂ. ഒലയും പിന്നെ പൗഡറും അല്ലെങ്കിൽ പിന്നെ കോമ്പാക്റ്റ്, അതൊക്കെയാണ് ഞാൻ മെയിൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒല. പിന്നുള്ളതാണ് പൊട്ട്, ഐടെക്സിൻ്റെ പൊട്ട്. ഈ പൊട്ട് ഇതും കഴിയാറായിരിക്കണം. പിന്നെ ഇത് വേറൊരു തരം പൊട്ട്. ഞാനിത് ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ, വാങ്ങിയുള്ളതുകൊണ്ട് ഞാൻ കയ്യിൽ കൊണ്ട് നടക്കണം, അത്രേ ഉള്ളൂ. പിന്നെയാണ് ഇത് കണ്ടോ, ഇതെനിക്ക് ചേട്ടൻ ഫസ്റ്റായിട്ട് ഗിഫ്റ്റ് തന്ന കൃഷ്ണനും, എൻ്റെ കൈ വരയ്ക്കണം, കൃഷ്ണനും രാധയാണിത്. ചേട്ടൻ എനിക്ക് ഫസ്റ്റായിട്ട് ഗിഫ്റ്റ് എന്താണിത് ഈ സാധനം. അതുകൊണ്ട് തന്നെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും എപ്പോഴും ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങോട്ട് കൊണ്ടും എപ്പോഴും എവിടേക്കും കൊണ്ട് നടക്കുന്ന സാധനമാണിത്. പിന്നെ കോമ്പാക്റ്റ് പൗഡർ. ഇത് ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് പൗഡറാണ്. എൻ്റെ ഷെയ്ഡിനെക്കാട്ടും ഇത്തിരി ഒരു ഷെയ്ഡ് കൂടുതലാണ്. എന്നാലും വേറെ നിവർത്തിയില്ല, ആണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ക്രീമും കോമ്പാക്റ്റും മാത്രം ഞാൻ എപ്പോഴും എപ്പോഴെങ്കിലും പുറത്തേക്ക് എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുക ഈ ക്രീമും ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ മാത്രമാണ്. പിന്നെ ഒരു നെയിൽ പോളിഷ്. ഇത് ഈ അടുത്ത് ഉണ്ണിയുടെ ബർത്ത്ഡേ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിയതാട്ടോ. ഞാൻ അങ്ങനെ കയ്യിൽ നെയിൽ പോളിഷ് ഇടില്ല, അത് ഞാൻ കാലിലിടാൻ വാങ്ങിയ ഒരു നെയിൽ പോളിഷ്.
ഐലൈനർ, പിന്നെ സിന്ദൂരം, പിന്നെ ഭഗവാന്റെ മോതിരം. കണ്ടോ ഇതിലുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞൊരു ഫോഗിൻ്റെ ഒരു ബോഡി സ്പ്രേ ഉണ്ട്. ഇത് എനിക്ക് പിന്നെ നൈറ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടല്ല, എന്നാലും ശ്വാസം വലിക്കുക ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും ഉറക്കത്തിലൊക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യണതാണ് ഇത്. ഇതും കഴിയാറായിട്ട് നല്ല കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് മണക്കാം അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഐബ്രോ പെൻസിലാണ്. ഇതെന്ന് പറയണത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഒന്നിനും കൊള്ളാത്തൊരു സാധനമാണിത്. ഇതിന് 120-180 റുപ്പീസ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു പ്രൈസിന് ഒട്ടും വേർത്തല്ല. ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ എന്ന് പറയണത്. പരമാവധി ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുക്കുക, പരമാവധി ആരും വാങ്ങാണ്ടിരിക്കുക. പിന്നെ ഇത് എൻ്റെ ഇയർപോഡ്സാണ്. അത്യാവശ്യം ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഏത് സമയം വേണമെങ്കിലും പണി മുടക്കും, അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും കേടാവും എന്നുള്ള തരത്തിലുള്ളൊരു ഇയർപോഡാണ് ഇത്. പിന്നെ ഒരു മിറർ കണ്ടോ. അങ്ങനെ ഉള്ളിലത്തെ എല്ലാതും കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡിൽ എന്താ നോക്കാം. സൈഡിലിനി ഫുള്ള് മരുന്നുകളാണ്. ഇനിയും ഉണ്ടാവും. പുളിങ്കുരു, അതായത് ഇപ്പോൾ എനിക്ക് വായിക്കിടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കല്ല, എനിക്ക് എപ്പോഴും വായിക്കൊരു ടേസ്റ്റ് വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് പുളിങ്കുരു. പനിമരുന്ന് ഡോളോ, ജലദോഷം, മൂക്കിലൊഴിക്കണ മരുന്ന്. എൻ്റെ എല്ലാം ഉണ്ണീരിന്. പിന്നെ ഇത് ഫോളിക് ആസിഡിൻ്റെ തീർന്ന ഒരെണ്ണമാണ്. പിന്നെ ഇത് കാൽസ്യം. ഇതാണ് വില്ലൻ. ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇത് ലിവോജൻ്റെ ബ്ലഡിൻ്റെ ഗുളികയാണ്. ഇത് LC എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കണ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡിൻ്റെ ഗുളിക ഈ ഒരു LCയോ ഈ ഒരു സാധനം ഇതേപോലത്തെ കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ലിവോജനെ പറ്റിയിട്ടോ ലിവോജനൊന്ന് എഴുതിത്തരാൻ പറയുകയാണെന്ന് വെച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും ഇത് വെച്ച് നോക്കുമ്പോൾ. കണ്ടോ, ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഫുള്ള് ലിവോജന കഴിച്ചിരുന്നത്. എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ ഈ സംഭവം സ്റ്റാർട്ടിങ്ങിൽ കഴിച്ചിട്ട് എനിക്ക് ഒരു 5th മന്തോളം എനിക്ക് ബ്ലഡിൻ്റെ ഗുളികൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഫുള്ള് ഛർദിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇത് ലിവോജൻ കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓക്കെ ആയത്. ഞാൻ ബ്ലഡിൻ്റെ ഗുളിക കഴിച്ചു തുടങ്ങി തന്നെ. സോ ആർക്കെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും കൂടുതൽ നല്ലത്. ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കഴിയും. അങ്ങനെ ഫ്രണ്ടിലത്തെ കഴിഞ്ഞു. ഇനി ബാക്കിൽ സ്ക്രഞ്ചി. ഇതിപ്പോൾ രാത്രിയൊക്കെ മുടി കെട്ടി വയ്ക്കാൻ സ്ക്രഞ്ചി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നും മുടി അങ്ങോട്ട് ഇവിടെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഒരു സ്ക്രഞ്ചി എപ്പോഴും കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഉഷ്ണക്കാലമല്ലോ, ഭയങ്കര ചൂടെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് കെട്ടി വെക്കാനൊക്കെ ആയിട്ട് ഒരു സ്ക്രഞ്ചി. പിന്നെ ഒരു ക്രാബ്, ഒരു സ്റ്റിക്കി നോട്ട് ഒരെണ്ണം. പിന്നെ ഇത് ഒരു വാർഡ്രോബിൻ്റെ ചാവി. പിന്നെ ഇത് ലിപ് ബാമാണ്, നിവിയുടെ ലിപ് ബാമാണ്. ഇത് നല്ല ലിപ് ബാമാട്ടോ. ടിൻറ്റും തരും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് നേരത്തിനൊക്കെ നമുക്ക് ആ ഒരു ഡ്രൈനെസ് ആവാണ്ട് സൂപ്പറായിട്ട് വയ്ക്കാൻ പറ്റും. നിവിയുടെ ഒരു ലിപ് ബാമാണ്. പിന്നെ എൻ്റെ ഒരു വാച്ച്, പിന്നെ കൈ ചെയിൻ, പിന്നെ ക്ലിപ്പ്. പിന്നെ ഇത് ശത്രുക്കൾക്ക് തേച്ച് കൊടുക്കാനുള്ള ഒരു കൺമഷി. ഈ കൺമഷി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 3/4 മണിക്കൂറിനോട്ട് കണ്ണ് തുറക്കാൻ പറ്റില്ല. ആക്ച്വലി നല്ലതാണ്. ഈ സുറുമ പോലെയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു കൺമഷിയാണിത്.
ഡെയിലി യൂസിന് പറ്റില്ല. ഡെയിലി യൂസിന് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിഗംബരൻ്റെ പോലെയാവും. കാരണം കണ്ണെരിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് അങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റാണ്ട് വേറെ അതും കൂടാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പരന്ന് നമ്മൾ ദിഗംബരൻ്റെ പോലെയാവും. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ എന്താ നേത്രാലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺമഷി വാങ്ങിയിട്ട് അവർക്ക് കണ്ണടച്ച് എഴുതി കൊടുക്കുക. നമുക്ക് കുറേ ആശ്വാസം കിട്ടും. ഞാൻ എൻ്റെ ബ്രദറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പരീക്ഷിക്കാറുണ്ട്. അല്ല, ഇടയ്ക്കിടയ്ക്കല്ല, ഞാൻ ഒരു വട്ടം പരീക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ ദേഷ്യവും ഞാൻ അതോടെ തീർത്തു. അത് നല്ലൊരു കൺമഷി ആട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ സാധാ കൺമഷി പോലത്തെ ഒരു ടെക്സ്ചറൊന്നുമല്ല, കുഴമ്പ് പോലത്തിന് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു കൺമഷി തന്നെയാണ്. ഇത് ഡെലിവറിക്ക് ശേഷം വുമൻസിന് യൂസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇത് തേച്ചിട്ടൊക്കെ എങ്ങനെ അവർ പെയിനും ഇത് വെച്ച് കിടക്കണമെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാച്ചുറലൈറ്റിൻ്റെ ഈ ഒരു കൺമഷി വാങ്ങി പരീക്ഷിക്കാം. പിന്നെ ഇതെന്താ സാധനം? ഷട്ട് ഡൗൺ ടൈമർ. ഷട്ട് ഡൗണോ എന്താ പറയണേ? ഇതെന്താ സാധനം? ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിരിക്കണം. എനിവേ, ഇത് ഒറ്റയ്ക്കൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാധനമാണിത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഫോണായിട്ട് എന്തോ സപ്പോർട്ട് ചെയ്യണില്ല. നല്ല കൊണ്ടുനടക്കേണ്ട ഏതെങ്കിലും നീ സുപ്രഭാതത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് പൈസ വേറെ വാങ്ങിയിട്ട് പൈസ കളയണ്ടല്ലോ, അത് ലാഭിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലും കഴിഞ്ഞു. ഇനി നമുക്ക് നടുവിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ എന്താ, നമ്മൾ വീട്ടിലൊക്കെ നിൽക്കണോണ്ട് തന്നെ നമ്മൾ ഗോൾഡൊന്നും അങ്ങനെ യൂസ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ എല്ലാം ഊരി വെച്ച് കൊടുക്കണം. എല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടുന്ന ഗോൾഡൊക്കെ ഞാൻ ഊരി വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് നടുവിലത്തേലുള്ളൂ. നമ്മുടെ താലിമാല, ഉണ്ണിരവള, എൻ്റെ പുറത്തേക്ക് ഇടുന്ന വള, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യണില്ല. കാരണം നമ്മൾ ഹോസ്പിറ്റലിലും പിന്നെ വീട്ടിലും തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് താലിമാലൊക്കെ ഇട്ട് ചൂടായതുകൊണ്ട് തന്നെ താലി ഇടാനൊക്കെ ഭയങ്കര പാടാണ്. ഭയങ്കര ഉഷ്ണവും അതുപോലെ തന്നെ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് വരാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും യൂസ് ചെയ്യണില്ല, എല്ലാം ഊരി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ എൻ്റെ ഈ ഒരു ബാഗിൽ എന്ന് പറയണത്. എല്ലാവർക്കും അങ്ങനെ വേറെ കുറേ ഐറ്റംസ് ഒന്നുമില്ല. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ എൻ്റെയും ബാഗിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞി ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.